മരണം അത് ഓർക്കുക, അതേപ്പറ്റി ചിന്തിക്കുക, അത് അത്ര സുഖകരമായ കാര്യമല്ലല്ലോ. പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുകയാണ് 38-ാം അധ്യായം 22-ാം വാക്യം. എൻ്റെ അവസാനം അനുസ്മരിക്കുക, നിൻ്റേതും അപ്രകാരം തന്നെ, ഇന്നലെ ഞാൻ ഇന്ന് നീ. ഈയൊരു ചിന്ത മനസ്സിലുണ്ടാകണം. എന്നും ജീവിച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കും ഞാൻ. എന്നും എൻ്റെ ജീവിതം ഇങ്ങനെ കളർഫുള്ളായിരിക്കും. ഈ മുമ്പിൽ നിൽക്കുന്നതെല്ലാം തകർന്ന് ഒലിച്ചു പോയാലും ഞാനിങ്ങനെ എന്നും എക്കാലവും ആയുസ്സോടെ നിൽക്കുമെന്ന് മിഥ്യാധാരണ മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ടെങ്കിൽ വചനം തരികയാണ്, ഓർക്കണം മരണത്തെക്കുറിച്ച്. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും എന്ന വചനം എന്ന പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. സ്നേഹമുള്ളവരെ, കൂടെ നിനക്ക് എന്തുണ്ട്? ഒരു മരണത്തിനു വേണ്ടി തയ്യാറെടുക്കുമ്പോൾ കൈമുതലായിട്ട് എന്തുണ്ട്? ഒരു മരണമെന്നൊരു യാത്രയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് തേടി എന്നെ എത്തും. അപ്പോൾ ഈ യാത്രയ്ക്കായി ഒരുങ്ങുമ്പോൾ നീ ബലമായി കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നതായി എന്ത് നീ കരുതിയിട്ടുണ്ട് എന്നത് ഓർക്കാം. നേടിയെടുത്തതൊക്കെയാണെങ്കിൽ അതെല്ലാം ഇവിടെ വെച്ചിട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. നിന്നിലേക്ക് ആഡ് ചെയ്യപ്പെട്ടത്, നിന്നിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതെല്ലാം കുഴിച്ചിട്ടിട്ട് ഒന്നുമില്ലാത്തവനായി 2 കൈകളും മലത്തിപ്പിടിച്ച് നീ കടന്നു പോകുമ്പോൾ ഒന്നും നേടിയിട്ടില്ലല്ലോ എന്നുള്ള തോന്നൽ നമ്മളെ ഭാരപ്പെടുത്താൻ പാടില്ലല്ലോ. നേടിയെടുക്കണം ചില പുണ്യങ്ങൾ, ആർജിച്ചെടുക്കണം ചില നന്മകൾ. ഈ ഭൂമിയിലെ ഓട്ടത്തിനിടെ അതിനല്പം സ്പേസും സമയവും കണ്ടെത്തും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അനുഗ്രഹമാവട്ടെ ഇന്നത്തെ ദിവസം. ആമേൻ.